കോവർ കഴുതകളായ ഹിന്ദുക്കൾക്ക് ജന്തുക്കൾക്ക് ഐക്യതയില്ല. എന്നാൽ ഈ അടുത്ത കാലത്ത് കണ്ടുവരുന്നുണ്ട്. ഓരോ ദിവസവും മതം മാറുന്ന ആളുകളുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സുഹൃത്ത്. ചാവാൻ കിടക്കുമ്പോൾ ഒരു ഭാഗത്ത് വെള്ളം കിട്ടാതെ ഇങ്ങനെ വിപ്ലവം പറഞ്ഞ് അല്ലെങ്കിൽ മതേതരത്വം പറഞ്ഞ് ഇങ്ങനെ കടന്നവൻ കൺമുമ്പിൽ ഇങ്ങനെ കാണുക മതം മാറിപ്പോകുന്ന മക്കളെയും പേരക്കുട്ടികളെയും. നാരായണ 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 ഗോവിന്ദ, നാരായണ 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 ഗോവിന്ദ. നമസ്തേ, ഞാൻ രാധാകൃഷ്ണനാണ്. നിലമ്പൂര് രാധാകൃഷ്ണൻ നമ്പൂരിപ്പാട്, നിലമ്പൂർ പുതുവാദ്യാർ മഠം കൊട്ടാരം എന്നാണ്. എൻ്റെ മോളാണ് നീനു പി ശ്യാംസുന്ദർ. ഭക്തിയും രാഷ്ട്രീയവുമാണ് ഇന്നത്തെ സബ്ജക്റ്റ്. എന്താണ് ഭക്തി, എന്താണ് രാഷ്ട്രീയം? രാഷ്ട്രീയം ഒരു തരത്തിലും ഭക്തിയുമായിട്ട് ലയിക്കരുത്. കാരണം ഹിന്ദു മതത്തിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ ഭക്തിയാണ്. അപ്പോൾ ഭക്തി സംബന്ധമായ പല വേദികളിലും രാഷ്ട്രീയം കലരുന്നുണ്ട്. അത് പാടില്ല. കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ ഭക്തിയില്ലാത്ത ലോകത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഭക്തി ഉണ്ട്, പക്ഷെ അത് പ്രത്യക്ഷത്തിൽ അത് പ്രകടിപ്പിക്കാൻ അത് അവർക്ക് ആരെയോ പേടിക്കുന്നുണ്ട്, ഭയക്കുന്ന പോലെ. അതിലൊരു ഉദാഹരണം പറയാം. എൻ്റെ സഹോദരി ഗുരുവായൂരാണ്. മഹിളാ അസോസിയേഷൻ്റെ ഏരിയ സെക്രട്ടറി ആയിരുന്നു. ചേച്ചിയുടെ ഹസ്ബൻഡ് അദ്ദേഹം CPMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയും. അപ്പോൾ ഇവര് ഏതോ ആളുകളെ കുറിച്ചല്ല, എൻ്റെ കുടുംബത്തെ കാര്യമാണ് പറയണത്. ഇവര് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുളിച്ച് അവരുടെ വാതിലിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു വെച്ച ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോയിൽ രണ്ടുപേരും കുറേ സമയം പ്രാർത്ഥനയോടെ ഇരിക്കും. എന്നിട്ട് നെയ്വിളക്ക് കത്തിക്കും. നെയ്വിളക്ക് കത്തിച്ചതിന് ശേഷം അവർ പറയുക എന്താ, അതാണ് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത്. മറ്റൊന്നുമല്ല, അവർ കളഭം, സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പനെ കളഭാഭിഷേകം ചെയ്തതിൻ്റെ ആ കളഭം അവർ നെറ്റിയിൽ തൊടും. തീവ്ര കമ്മ്യൂണിസ്റ്റുകളാണ്, നിരീശ്വരവാദികളാണ്, പ്രത്യക്ഷത്തിൽ യുക്തിവാദികളാണ്, അതും പ്രത്യക്ഷത്തിൽ ജനങ്ങളുടെയൊക്കെ മുമ്പാകെ. ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ നാമജപമൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയും ഭഗവാനെ വിളിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ ചെയ്യുന്നത് എന്താ വെച്ചാൽ, അതാണ് എന്നെ ഏറ്റവും വേദനിപ്പിച്ചത്. അതാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭക്തിയുള്ള ആളുകൾ കാട്ടിക്കൂട്ടുന്ന ഒരു കോമാളിത്തരം. നെറ്റിയിൽ തൊട്ട കളഭം അവർ പെട്ടെന്ന് അങ്ങോട്ട് മായ്ക്കുകയാണ്. ഭഗവാന്റെ മുമ്പിൽ കത്തിച്ച നെയ്ത്തിരി നാളം അതും കെടുത്തുകയാണ്. എന്നിട്ട് അവർ പാട്ടപ്പിരിവും കൊടിയും വിപ്ലവമായിട്ട് നടക്കുക. അപ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ഒരിക്കലും ഭക്തി വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ഭക്തി എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും ആവശ്യമായ ഘടകമാണ്. കാരണം ദൈവമില്ലെങ്കിൽ, ഒരു മനുഷ്യനും ദൈവചിന്ത ഇല്ലെങ്കിൽ ജീവിക്കാൻ സാധിക്കില്ല. എത്രയോ വിപ്ലവ ആചാര്യന്മാർ ഭക്തിമാർഗം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് കലിയുഗത്തിൽ. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മതമുണ്ട്, ഒരു വിശ്വാസമുണ്ട്.
അത് നമ്മളെന്നും കാത്തു സൂക്ഷിക്കുക, എല്ലാവരോടും. അതെനിക്ക് പറയാനുള്ളൂ. കാരണം രാഷ്ട്രീയം അതിൻ്റെ വഴിക്ക് പോട്ടെ, ജാതിയും അതിൻ്റെ വഴിക്ക് പോട്ടെ, പക്ഷെ ഹിന്ദു എന്ന് പറയുന്ന ഇത് അഭിമാനമായിട്ട് ഞാൻ ഹിന്ദുവാണ് ഓരോരുത്തരും പറയണം. കാരണം എന്താണ്, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓരോ വ്യക്തികളുടെ പേരിലുണ്ട് അവൻ്റെ ഹിന്ദുത്വം. ഈ പേരിലുള്ള ഹിന്ദുത്വത്തിലാണ് അവൻ ഹിന്ദുവാണെന്ന് തിരിച്ചറിയുന്നത്. അപ്പം അതുകൊണ്ട് വിജയൻ എന്ന പേര്, പ്രഭാകരൻ എന്ന പേര്, രവി എന്ന പേര്, ശശി എന്ന പേര്, രാജനാരായണൻ എന്ന പേര്, ഗോവിന്ദൻ, ഗോപാലൻ, കാർത്തിയായനി അല്ലെങ്കിൽ സുഷമ, ശൈലജ, ഇങ്ങനെ എല്ലാവരും ഹിന്ദുവാണ്. അപ്പം അതിന് നമ്മൾ എത്ര തുണി കൊണ്ട് മറയ്ക്കാൻ ശ്രമിച്ചാലും അതിൻ്റെ പിന്നിൽ ഹിന്ദുത്വം തന്നെയാണ് ആ പേരിലുള്ളത്. അതുകൊണ്ട് ആരും ആ ഹിന്ദുത്വത്തിന് മറച്ചു പിടിച്ചിട്ട് ഒരു കാര്യമില്ല. അവസാന ഘട്ടത്തിൽ നമ്മൾക്ക് ഭഗവാനേ ഉള്ളൂ എന്ന തിരിച്ചുവറിവോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ഭഗവാനെ നന്നായി വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. നമ്മുടെ തലമുറയെ, നമ്മുടെ കുട്ടികൾക്ക് ചെറിയ ചെറിയ നാമജപങ്ങളും ഹിന്ദു മത പഠന ക്ലാസ്സുകളിൽ കൊണ്ട് ചേർക്കുക. എല്ലാ വാർഡുകളിലും, കേരളത്തിലെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ എല്ലാ വാർഡുകളിലും ഗ്രാമങ്ങളിലും ഹിന്ദു മത പാഠശാല ഉയരണം. ഇപ്പം നമുക്ക് അറിയാലോ, ഒരു ദിവസം നമ്മൾ ഇവിടുന്ന് നിലമ്പൂരിൽ നിന്ന് കോഴിക്കോട് വരെ, തൃശ്ശൂർ വരെ പോകുമ്പോൾ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ഓരോ ഗ്രാമങ്ങളിലും ഓരോ ദേശത്തും മുസ്ലിം സമുദായത്തിൻ്റെ സഹോദരന്മാരുടെ ഓരോ പരിപാടി കാണാം. എന്താണത്? അതുപോലൊരു പരിപാടിയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്നതും കാണാം. എന്തുകൊണ്ടാണ് ഒരു ഹിന്ദു എന്തുകൊണ്ടാണ് ആ റോഡ് സൈഡിൽ ഒരു ടെന്റ് കെട്ടി ഇതുപോലെ മതപ്രചരണങ്ങളോ അല്ലെങ്കിൽ മതപ്രഭാഷണങ്ങളോ ഒന്നും ഇല്ലാത്തത്? അറിയുമോ? ഐക്യതയില്ല. ഈ കോവർ കഴുതകളായ ഹിന്ദുക്കൾക്ക്, ജന്തുക്കൾക്ക് ഐക്യതയില്ലായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് കണ്ടുവരുന്നുണ്ട് വളരെയധികം പരിണാമം, മാറ്റങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഹിന്ദുക്കൾ യോജിക്കുന്നത് കാണുന്നുണ്ട് എല്ലായിടത്തും. ഉള്ളുകൂടിയും പ്രത്യക്ഷത്തിലും പരോക്ഷമായിട്ട് ഈ നിരീശ്വരവാദികളായ അല്ലെങ്കിൽ യുക്തിവാദികളായ കമ്മ്യൂണിസ്റ്റുകളായ ഹിന്ദുക്കളും പങ്കുചേരുന്നുണ്ട്. അതൊരു വലിയൊരു മാറ്റമാണ്. ആ മാറ്റം വന്നില്ല എങ്കിൽ നമ്മൾ ഹിന്ദു മതം എന്ന് പറയുന്നത് ശോഷിച്ചു പോകും, മൂലച്യുതി സംഭവിക്കും. ഹിന്ദു മതത്തിൻ്റെ മൂലച്യുതി. കാരണം ഓരോ ദിവസവും മതം മാറുന്ന ആളുകളുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. ഇപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സുഹൃത്താണ്, എൻ്റെ വളരെ വിശ്വസ്തനാണ്, എൻ്റെ സ്നേഹനിധിയായ എൻ്റെ ബാല്യകാല സുഹൃത്താണ്. ഇവൻ്റെ പരിസരത്ത് ഇതുപോലെ പെന്തിക്കോസ് പാസ്റ്റർമാർ ചെന്നിട്ട് മതം മാറ്റാൻ പോയപ്പോൾ ഇവൻ അവിടെ ചെന്ന് പറഞ്ഞു, ഞങ്ങളുടെ വാർഡാണ്, അവരുടെ പേര് മാറ്റാനും അതൊന്നും ചെയ്യരുത്. ഒരു മുസ്ലിം സുഹൃത്തും കൂടിയാട്ടോ. അവൻ എന്ത് ചെയ്തു? അവരെ പറഞ്ഞു മനസ്സിലാക്കി. പറഞ്ഞത് കേട്ടില്ല എന്ന് തോന്നിയാൽ അവിടെ ചെന്ന് അവിടെ ടടിക്കും അവൻ. അങ്ങനത്തെ ഒരു പ്രകൃതമാണ് അവൻ്റെ. അവരെ എങ്ങനെയൊക്കെ തിന്ന് കുടിച്ച് ജീവിച്ചോളും ചങ്ങായിമാരെ, ഞങ്ങൾ പോയിക്കോളിങ്ങൾ പറഞ്ഞു. അതുപോലെ രാഷ്ട്രീയത്തിന് അതീതമായി, മതത്തിന് അതീതമായി ഒരുമയോടെ സ്നേഹത്തോടെ സഹവർത്തിക്കാനും ജീവിക്കാനുമാണ് നമ്മൾക്ക് ശ്രമിക്കേണ്ടത്. പറഞ്ഞു വന്നത്, എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും കുഞ്ഞു കുട്ടികളുണ്ടാവും, എല്ലാ വീടുകളും ഉണ്ടാവും. ആ കുട്ടിയുടെ പേരെന്താണ്? വിനോദ് അല്ലെങ്കിൽ അപ്പു, അമ്മുട്ടി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് പേരുകളായിരിക്കുമല്ലോ ഹിന്ദു കുട്ടികൾ. ഇതൊക്കെ ഹിന്ദുവാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രവർത്തകരുടെ കുട്ടികളാണെങ്കിലും ഹിന്ദു കുട്ടികളാണ്. കോൺഗ്രസ്സുകാരെ വീട്ടിലെ കുട്ടികൾ ഹിന്ദു കുട്ടികളാണ്. മനസ്സിലുണ്ടോ? അപ്പം ഇവരെയൊക്കെ മതം പഠിപ്പിക്കണം. മതം പഠിപ്പിച്ചില്ലെങ്കിൽ എന്തറിയോ, ഇന്നത്തെ ആ കാലഘട്ടത്തിൽ നമ്മുടെ കൂടെയുള്ള ഇതര മതസ്ഥരെ പ്രീതിപ്പെടുത്താനുള്ള ആ വ്യഗ്രത കൊണ്ട് നമ്മുടെ കുട്ടികൾ, നമ്മുടെ അടുത്ത തലമുറ ഈ പറഞ്ഞ പോലെ മതം മാറ്റത്തിന് വിധേയമാവും. അപ്പോഴായിരിക്കും ചാവാൻ കിടക്കുമ്പോൾ ഒരു ഭാഗത്ത് വെള്ളം കിട്ടാതെ ഇങ്ങനെ വിപ്ലവം പറഞ്ഞ് അല്ലെങ്കിൽ മതേതരത്വം പറഞ്ഞ് ഇങ്ങനെ കടന്നവൻ കൺമുമ്പിൽ ഇങ്ങനെ കാണുക മതം മാറിപ്പോകുന്ന മക്കളെയും പേരക്കുട്ടികളെയൊക്കെ.
അപ്പം നല്ല കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടിങ്ങനെ നടക്കുന്ന സമയത്ത് ഒന്ന് പ്രതിരോധിച്ചിരുന്നെങ്കിൽ, ഒന്ന് എതിർത്തിരുന്നെങ്കിൽ, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ പോലെ ശ്രമിച്ചിരുന്നെങ്കിൽ ഈ ദുരവസ്ഥ ഹിന്ദു സമൂഹത്തിന് വരില്ലായിരുന്നു എന്ന് അവസാന ഘട്ടത്തിലും വൈകിയ വേളയിലും അവർക്ക് അപ്പോഴാണ് ചിന്തിക്കുക. ആ ഇട വരാതിരിക്കണമെങ്കിൽ മതം ബോധത്തോടെ, മതഭ്രാന്തല്ല, മതബോധം വേണം ഓരോ ഹിന്ദു കുടുംബത്തിലെ ആളുകൾക്കും. ജാതിയും രാഷ്ട്രീയമൊക്കെ അങ്ങോട്ട് മാറ്റിവെക്കുക. സന്തോഷമായിട്ട് എല്ലാവരും തട്ടകത്തിലെ ദൈവങ്ങളെ പ്രീതിപ്പെടുത്തുക. തട്ടകത്തിലെ ദൈവങ്ങൾ ആരാ? തട്ടകം. ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് തട്ടകമുണ്ട്. ആ തട്ടകം ആരാണ്? ഞങ്ങൾക്ക് സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്, മാരിയമ്മൻ കോവിലാണ്. അങ്ങനെ അവനവൻ്റെ തട്ടകത്തിലെ ദൈവങ്ങളെ പ്രീതിപ്പെടുത്തിയിട്ട് വേണം മഹാക്ഷേത്രത്തിൽ പോയി തൊഴാൻ. തന്നമ്പലം നന്നാക്കാത്തവൻ പൊന്നമ്പലത്തിലേക്ക് എന്ത് തേങ്ങയ്ക്കാ പോകണം ചങ്ങായിമാരെ? ഒരു ഭക്തിയും ബഹുമാനില്ലാത്തവൻ കാണാം കൊല്ലത്തിൽ ഒരു ദിവസം അങ്ങോട്ട് കുളിച്ച് കുട്ടപ്പനായിട്ട് 41 ദിവസം വ്രതം എടുത്ത് അവനോട് പോണ് കണ്ടായിരിക്കും ഭഗവാൻ അവൻ്റെ കൂടെയാണ് പോരുന്നത്. സകല തെണ്ടിത്തരും തെമ്മാളിത്തരും ചെയ്ത് പറഞ്ഞും പ്രവർത്തിച്ചും നടക്കുന്നവൻ ഈ സീസൺ ഭക്തിയിൽ ആറാടിയിട്ട് എന്താണ് കാര്യം? അത് പൈസ കൊണ്ടുപോയി അവിടെ തള്ളുക. ആർക്കും പ്രയോജനമില്ലാതെ പോകുന്ന ഒരു കാഴ്ചയാണ് ശബരിമലയിൽ. ശബരിമല എന്ന് പറയുന്ന ആ പുണ്യക്ഷേത്രത്തിൽ ഒരിക്കലും പൈസ കൊണ്ടുവിടണ്ട. കാരണം എന്താണ്? അതിൻ്റെ തൊട്ടടുത്തുള്ള ഈ അമ്പലത്തെ ആശ്രയിച്ച് കഴിയുന്ന ഒരു വാവര് പള്ളിയുണ്ട്. ഈ വാവര് പള്ളിയിൽ കൊണ്ടുപോയിടുന്ന പൈസ മുഴുവൻ മുസ്ലിം സമുദായത്തിനാണ്. അവരുടെ ഉന്നമനത്തിന് വേണ്ടിയും അവരുടെ ആർഭാടത്തിനും ദൂരത്തിനുമാണ് അവർ സ്വന്തമായി ചെലവഴിക്കും. എന്നാൽ ഹിന്ദുക്കളോ, പൊട്ടൻ ക്ലാപ്പന്മാരായ ഹിന്ദുക്കൾ ഈ പൈസ കൊണ്ടുവരുന്നത് എന്തിനാ അറിയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ദേവസ്വം ബോർഡുള്ളതാണ്. അവരത് അടിച്ചു പൊളിച്ച് അവരത് കുറേ ഓരോ എന്റർപ്രൈസസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പൈസയാ. അല്ലാണ്ട് ഗ്രാമങ്ങൾ എത്ര പേരാണ് നരകിച്ച് കഴിയുന്നത്. ഈ കെട്ടിക്കിടക്കുന്ന നൂറുകണക്കിന് കോടിക്കണക്കിന് ഉറുപ്പ്യ ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പോൾ ആ പൈസ എടുത്തിട്ട് ഈ പാവപ്പെട്ട ആളുകൾക്ക് സഹായിച്ചുകൂടെ പൊന്നാര നാരായണന്മാരെ? ഈ പണം ഹിന്ദുവിൻ്റെ പണമാണ്. കഷ്ടപ്പെട്ട് കൂലിവേല ചെയ്ത ഓരോ കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാരുടെയും പണമാണ് ആ ശബരിമലയിലുള്ളത്. അത് നായ്ക്കും നരിക്കുമില്ലാതെ, നേരാവണ്ണം നല്ലൊരു ശുചിമുറി പോലും ഇല്ലാതെ കിടക്കണ കിടപ്പ് കണ്ടില്ലേ? അപ്പം അതുകൊണ്ട് ഹിന്ദുവിൻ്റെ മതബോധമില്ലാത്തതുകൊണ്ടാണ്. മതബോധം വേണം, മതപഠനം വേണം. ഹിന്ദുക്കൾക്ക് മതപഠനം വേണം. അതിനും തന്നെ ഗവൺമെൻറ് മറ്റവർക്ക് മദ്രസ അധ്യാപകർക്കും മറ്റവർക്കും സ്റ്റൈപ്പൻറ്റും മറ്റേ പെൻഷനും കൊടുക്കണ പോലെ ഹിന്ദുക്കൾക്കും കൊടുക്കണം. ഇപ്പം ഹജ്ജിന് പോകുന്ന ആളുകളുണ്ട്, സബ്സിഡി കൊടുക്കുന്നു. അയോധ്യയിലേക്ക് ഇനി മുതൽ ഹിന്ദുക്കൾക്ക് സബ്സിഡി കൊടുക്കണം. ഇവിടുന്ന് അയോധ്യയിലേക്ക് പോകുന്നുണ്ട് ശ്രീരാമചന്ദ്രനെ കാണാൻ എന്നൊരാൾ അപേക്ഷ എഴുതി പോകുന്നുണ്ടെങ്കിൽ, ടിക്കറ്റും കാര്യങ്ങളും ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സബ്സിഡി കൊടുക്കണം. എല്ലാ ഹിന്ദുക്കൾക്കും ഗവൺമെന്റ് മറ്റു ഇതര മതസ്ഥർക്ക് സഹായിക്കുന്നുണ്ടെങ്കിൽ, ഇതര മത സഹോദരങ്ങളെ മതപരമായി വത്തിക്കാനിലാണ് ക്രിസ്ത്യൻസിന്റെ പുണ്യസ്ഥലം. ഇസ്ലാം മതത്തിന്റെ പുണ്യസ്ഥലം എവിടെയാണ്? മക്കയിലേക്ക് പോകാനാണ്. അപ്പോ ഇതുപോലെ ഹിന്ദുവിന് പോകാനുള്ള കേരളത്തിലെ അല്ല, ഹിന്ദു മഹാഭാരതത്തിലെ പുണ്യസ്ഥലമാണ് അയോധ്യ. രാഷ്ട്രീയം കലർത്തരുതേ, ജാതി കലർത്തരുത്. അതുകൊണ്ട് സബ്സിഡി അവിടെയും കൊടുക്കണം. ഇതിനൊക്കെ ഹിന്ദു മത പഠനം അനിവാര്യമാണ്. എല്ലാ വീടുകളിലും നാമം ചൊല്ലുക, രാവിലെ എഴുന്നേൽക്കുക, കുട്ടികൾക്ക് നല്ല നല്ല ശീലങ്ങൾ പറഞ്ഞു കൊടുക്കുക, അതുപോലെ തന്നെ ഭൂമിയെ തൊട്ടു വന്നിക്കുക, മാതാപിതാക്കളുടെ കാല് തൊട്ട് നമസ്കരിക്കാൻ പഠിപ്പിക്കുക. ഓക്കെ, എങ്കിൽ അടുത്ത തലമുറ നല്ല കുട്ടികളായിട്ട് വരും. ഈ തലമുറയോ ഏകദേശം തീരുമാനമായിട്ടുണ്ട് അല്ലേ? അപ്പം ഇനി അടുത്ത തലമുറയ്ക്കെങ്കിലും കോട്ടം തട്ടാതിരിക്കാൻ എല്ലാവരും, എല്ലാ ഹിന്ദു ഭവനങ്ങളിലുള്ള സഹോദരന്മാരോടും എൻ്റെ അപേക്ഷയാണ്. എല്ലാവർക്കും എൻ്റെ പാദ നമസ്കാരം. എല്ലാവർക്കും ശുഭദിനം. നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്ന വിവരം എല്ലാവരെയും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ജാതിയും മതവും രാഷ്ട്രീയവും സംഘടനയും നോക്കാതെ വരുന്ന പാവപ്പെട്ട ആളുകൾക്ക് മരുന്നും ഭക്ഷണവും വസ്ത്രവും ചികിത്സാ സഹായവും പാർപ്പിട ധന സഹായവും വിദ്യാഭ്യാസ സഹായവും വിവാഹ ധന സഹായവും ചെയ്തു വരുന്ന
ഒരു മഹാക്ഷേത്രമാണ് കേരളത്തിൽ. ഇത് ആത്മീയതയുടെ മറവിലെ തട്ടിപ്പോ പൈസ ഉണ്ടാക്കലൊന്നുമല്ല. ഇത് സത്യമാണ്, പരമാർത്ഥം. അതിനെല്ലാവരുടെയും സഹായം സഹകരണവും തരിക. ഞങ്ങൾക്ക് പണമല്ല വേണ്ടത്, നിർമ്മാണ സാധനങ്ങളാണ്. ഇനി നിർമ്മാണ സാധനങ്ങൾ തന്ന് ദൂരെയുള്ള ആളുകൾക്ക് തരാൻ പ്രയാസമാണെങ്കിൽ ദയവായിട്ട് 9895357069 9895357069 എന്ന ഗൂഗിൾ പേ നമ്പർ ഉണ്ട്. പാഞ്ചജന്യം ട്രസ്റ്റിന്റെ കീഴിലാണ് 30 വർഷമായിട്ട് ഉത്സവങ്ങളും മറ്റു പ്രവർത്തനങ്ങളും നടത്തി വരുന്ന ഈ മഹാക്ഷേത്രത്തിൻ്റെ പേരിൽ നിർമ്മിക്കുന്നത്. എല്ലാവർക്കും ശുഭദിനം കൂട്ടുകാരെ, ഭക്തജനങ്ങളെ, അച്ഛനമ്മമാരെ, എല്ലാവർക്കും പ്രണാമം. നമസ്തേ.